വീണ്ടും വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിംഗ്. ന്യൂസിലാൻഡിനെതിരായ ആദ്യത്തെ ഏകദിന മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിംഗിന്റെ ബലത്തിൽ ഇന്ത്യ വിജയം പിടിച്ചെടുത്തു. എന്നാൽ സെഞ്ചുറിക്കരികെ കോഹ്ലി വീണത് എല്ലാവർക്കും നിരാശയുണ്ടാക്കുന്ന സംഭവമായി മാറി. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 50 ഓവറിൽ അടിച്ചെടുത്തത് 300 റൺസാണ് 8 വിക്കറ്റ് നഷ്ടത്തിൽ. ഡെവൺ കോൺവേ 56, നിക്കോളിസ് 62, ഡാരൽ മിച്ചൽ 84 എന്നിവരായിരുന്നു ന്യൂസിലാൻഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത്. ഇന്ത്യക്ക് വേണ്ടി സിറാജും റാണയും പ്രസിദ്ധ് കൃഷ്ണയും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ കുൽദീപ് യാദവ് 1 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 300 റൺസിലേക്ക് എത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ 26 റൺസ് എടുത്ത പുറത്തായെങ്കിലും ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ചേർന്ന് ഒരു മികച്ച കൂട്ടുകെട്ട പടുത്തുയർത്തി. ഗില്ല് 71 പന്തിൽ 56 റൺസോടെ പുറത്തായപ്പോൾ 91 പന്തിൽ ഒരു 6-ന്റെയും 8 4-ന്റെയും സഹായത്തോടെ വിരാട് കോഹ്ലി 93 റൺസാണ് അടിച്ചെടുത്തത്. അർഹിച്ച സെഞ്ചുറിയാണ് കോഹ്ലിക്ക് നഷ്ടമായത്. അതിന്റെ നിരാശ കാണികൾക്കും കോഹ്ലിക്കും ഉണ്ടായിരുന്നു. ശ്രേയസ് അയ്യർക്ക് അർദ്ധ സെഞ്ചുറി നഷ്ടമാകുന്ന കാഴ്ച കണ്ടു. 49 റൺസാണ് അയ്യർ എടുത്തത്. ജഡേജ 4 റൺസ് എടുത്ത് പുറത്തായി. ഹർഷിത് റാണ 23 പന്തിൽ 29 റൺസോടെ പുറത്തായി. KL രാഹുൽ 29 റൺസോടെയും വാഷിംഗ്ടൺ സുന്ദർ 7 റൺസോടെയും പുറത്താകാതെ നിന്നു. അങ്ങനെ 49ാമത്തെ ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 306 റൺസ് എടുത്തു. ജാമിസൺ ന്യൂസിലാൻഡിന് വേണ്ടി 10 ഓവറിൽ 41 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി.